നമസ്കാരം. പടക്കളത്തിലേക്ക് സ്വാഗതം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പടക്കളം തിരുനക്കരയിൽ നിന്നാണ്. ഇന്ന് നമ്മൾക്കൊപ്പം ഈ പടക്കളത്തെ സജീവമാക്കാൻ തിരുനക്കരയിലേക്ക് കോട്ടയത്തെ പൗരാവലി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ, നേതാക്കളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ ജെയ്സി തോമസ്, CPIM LDF, വസന്ത് സിറിയക്, കോൺഗ്രസ് UDF, PG ബിജുകുമാർ, BJP NDA. പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജയ്ക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുന്ന ആത്മവിശ്വാസം LDFന് കൂടിയിട്ടുണ്ടോ? ഞാനത് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ UDFനകത്ത് ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിനാണ്. പ്രചാരണത്തിൻ്റെ ഒരു വളരെ പ്രധാന ഘട്ടത്തിലൂടെ അവസാന നാളുകളിലേക്ക് പ്രചാരണം പോകുമ്പോൾ വലിയ പൊട്ടിത്തെറി ആ പാർട്ടിക്കകത്തുണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൂടിയാണ് നമ്മുടെ ഈ സംസാരം, ഈ പടക്കളം. LDFൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചോ? LDFൻ്റെ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മുതലേ 100% കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം നിലനിർത്താൻ പര്യാപ്തമാണ് എന്ന നിലയിൽ തന്നെയാണ് മുമ്പോട്ടേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ആ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ അനുഭാവി വൃന്ദത്തെയും സഹയാത്രിക ലോകത്തെയും ഒക്കെ കിടന്ന് അതിനുമപ്പുറം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ, കോട്ടയം ജില്ലയിൽ UDFൻ്റെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെച്ച് UDFനോട് വിട ചോദിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥികളുടെ പാർട്ടിയായ, അതത്ര വലിയ പ്രബലമായ പാർട്ടിയല്ല, പക്ഷേ കോട്ടയം ജില്ലയിലും സമീപത്തുമൊക്കെ പ്രവർത്തിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയിലെ കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ്, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ നേതാവ് തന്നെ രാജിവെച്ച് ആ പാർട്ടിയോടും മുന്നണിയോടും വിട ചോദിച്ചിരിക്കുന്നു എന്ന നിലയിലേക്കാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും സുപരിചിതനായ സ്ഥാനാർത്ഥി, 20 പാർലമെൻറ്റ് മെമ്പർമാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച് അതിനുള്ള അംഗീകാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ നേടിയെടുത്ത സ്ഥാനാർത്ഥി, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഗ്രാമീണ റോഡുകൾ വരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 100% ഫണ്ട് ചെലവഴിച്ച കേരളത്തിലെ ഏക പാർലമെൻറ്റേറിയൻ, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ഇല്ലാത്ത കോട്ടയത്തെ പാർലമെൻറ്റ് അംഗം, അങ്ങനെ ജനജീവിത സംബന്ധമായ ഏതു മേഖലയെടുത്ത് നോക്കിയാലും എതിരാളികൾക്ക് പോലും തള്ളിക്കളയാനാവാത്ത അജയ്യതയോടുകൂടെ അപ്രതിരോധ്യനായി കോട്ടയത്തെ പാർലമെൻറ്റ് മെമ്പർ വിജയകിരീടം ചൂടാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രശ്നമുണ്ട്, മറ്റ് പല മണ്ഡലങ്ങളിലും ഇല്ലാത്ത വിധം നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തങ്ങളുടെ മേധാവിത്വം അല്ലെങ്കിൽ MLA-മാരുടെ എണ്ണം കോട്ടയത്തേക്ക് വന്നാൽ ഞങ്ങൾക്കാണ് എന്നുള്ളത് കൂടി UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. 2019 അന്ന് 2019 ചാഴികാടൻ അപ്പുറത്തു നിന്നാണ് മത്സരിച്ചത്, UDFൽ നിന്നാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ 24ലും ഈ മണ്ഡലങ്ങളിലുള്ള, നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തങ്ങളുടെ കരുത്ത് വിജയമുറപ്പിക്കാൻ പോരുന്നതാണ് എന്നാണല്ലോ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അത് ശ്രദ്ധേയമായ നിലയിൽ കോട്ടയം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തെ നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കാഞ്ഞിട്ടോ വിശകലനം ചെയ്യാഞ്ഞിട്ടുമാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴും കോട്ടയം ജില്ലയുടെ UDF ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ ചിത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല. 2019 അതിൻ്റെ സ്വാഭാവിക തുടർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. എന്നാൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി പ്രവേശനത്തോടുകൂടെ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രവും ചരിത്രവും മാറ്റിയെഴുതപ്പെടുന്നതിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. കോട്ടയം ജില്ലയിൽ 71 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 51-ലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളെയും ഇന്ന് നയിക്കുന്നത് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ബ്ലോക്ക് പഞ്ചായത്തുകളെയും മൃഗീയാധിപത്യത്തോടുകൂടെ ഇന്ന് നയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സമഗ്രമായ ആധിപത്യത്തോടുകൂടെ അതിന് നേതൃത്വമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോട്ടയം ജില്ലയുടെ ഇന്നയോളമുള്ള സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം എന്നിങ്ങനെ ജില്ലയിലെ മണ്ഡലങ്ങളിൽ തന്നെ ശ്രദ്ധേയമായ മേൽക്കോയ്മ സൃഷ്ടിച്ച മുന്നണിയായി നിയമസഭയിലും മാറിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ അനസ്യൂതമായ തുടർച്ചയ്ക്കാണ് 2024 ഏപ്രിൽ 26 സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വസന്ത്, ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, ജോസഫ് ഗ്രൂപ്പിലുണ്ടായ പൊട്ടിത്തെറി, UDF ജില്ലാ ചെയർമാൻ തന്നെ പാർട്ടി വിട്ട് ഇപ്പോൾ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ എടുത്ത രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഒരു ആഘാതം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. മോൻസ് ജോസഫിൻ്റെ ഏകാധിപത്യ നടപടികളാണെന്ന് നിരന്തരം പറയുന്നു. ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ മൗനം പാലിക്കുന്നു. തുടർന്ന് കൂട്ടരാജി ഉണ്ടാകുന്നു. പല മണ്ഡലം പ്രസിഡന്റുമാർ, യൂത്ത് ഫ്രണ്ടിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെക്കുന്നു. ദളിത് വിഭാഗത്തിൻ്റെ ഭാരവാഹികൾ രാജിവെക്കുന്നു. അങ്ങനെ ഒരു കൂട്ടരാജിയിലൂടെ ജോസഫ് ഗ്രൂപ്പ് താരതമ്യേന മാണി ഗ്രൂപ്പിനേക്കാൾ ചെറുതായൊരു ഗ്രൂപ്പ് കുറെ കൂടി ചെറുതാകുന്നതിനും ഈ ഘട്ടത്തിൽ UDFന് അതുണ്ടാക്കുന്നൊരു പ്രതിബന്ധവും കാണാതിരിക്കുന്നുണ്ടോ വസന്ത് ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ? അല്ല, ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ അദ്ദേഹം UDFൻ്റെ ജില്ലാ ചെയർമാൻ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം ഈ മുന്നണി വിട്ടു പോകുമ്പോൾ ഇലക്ഷൻ്റെ തൊട്ടു തലേന്ന് പോകാൻ ഉള്ള ഒരു കാരണവും അദ്ദേഹത്തിന് കോട്ടയത്തെ ജനതയോട് പറയാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, സജീവ് മഞ്ഞക്കടമ്പൻ പോയ കഥ പറയുമ്പോൾ ഇന്ന് PM മാത്യു
ഇന്ന് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയ മുൻ XMLA, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, ഒരു ജില്ലാ പ്രസിഡന്റാണോ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണോ ആ പാർട്ടിയെ സംബന്ധിച്ച് വലുത്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുന്നണിയെ സംബന്ധിച്ച് വലുതല്ലേ? UDF ജില്ലാ ചെയർമാൻ, അതുപോലെ മോൻസ് ജോസഫിന്റെ നടപടികളെ പേരെടുത്ത് അദ്ദേഹം വിമർശിക്കുന്നു. അത് പരിഹരിക്കാൻ, പാച്ചപ്പ് ചെയ്യാൻ ആ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ കോൺഗ്രസിന് കുറെ കൂടി ആഗ്രഹമുണ്ടായിരുന്നു. തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. തുടർന്ന് ഇങ്ങോട്ട് അവരുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജിവെച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറേ ആളുകൾ രാജിവെച്ചു. വസന്ത, നമ്മുടെ മുമ്പിലുണ്ടായ ചില വിവരങ്ങളാണത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലല്ല, അത് ആ പാർട്ടിയുടെ ഉള്ളിലെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. നമ്മളത് പാച്ചപ്പ് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അത് നടക്കാത്തതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട്. ഇലക്ഷൻ്റെ 14ാമത്തെ മണിക്കൂറിൽ അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട് എന്ത് ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നില്ല, ഇലക്ഷൻ കഴിയുന്നതിൻ്റെ പിറ്റേന്ന് മനസ്സിലാവും എന്താണ് സജി മഞ്ഞക്കടമ്പനെ ഈ അവസാന നിമിഷം 14ാമത്തെ മണിക്കൂറിൽ രാജിവെക്കാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടയത്ത് പോക്കുവരവുകൾ ഉണ്ടെന്നേ. ഇനി വരും ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പിൽ നിന്ന് ചില പ്രബലർ കേരള കോൺഗ്രസ് ജോസഫിലേക്കും കോൺഗ്രസിലേക്കും വരാനിരിക്കുന്നു ഇലക്ഷൻ്റെ തൊട്ട് തലേന്ന്. അന്ന് ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ. അപ്പുറം ഇവർ ചിരിക്കുന്നുണ്ട് വസന്ത്. ചിരിയൊക്കെ അവിടെ ഉണ്ടാവും. ഇതിൽ കൂടെ അല്ലല്ല, ഈ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി MLA അൽഫോൺസ് കണ്ണന്താനം BJP പോയപ്പോൾ ഇവർ ചിരിച്ചിരുന്നു. അന്ന് ഇവരും ചിരിച്ചു വളരെ സന്തോഷത്തോടു കൂടി. പിണറായിയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ പോയതെന്ന് കണ്ണന്താനം പറഞ്ഞപ്പം അന്നും ഇവർക്ക് ചിരിയായിരുന്നു കൂടുതൽ. ഇത് പോക്കുവരവൊക്കെ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ഇന്ന് മാണിസാറിന്റെ ദിനമല്ലേ? മാണിസാർ എന്താണ് കേരള കോൺഗ്രസുകളെ പറ്റി പറഞ്ഞത്? വളരും തോറും പിളരും വളരും. അത് ജോസഫ് ഗ്രൂപ്പിനും ബാധകമാണ്. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് പിളരും. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിലെ പിളർപ്പ് നിങ്ങൾ അംഗീകരിച്ചു? പിളർപ്പെന്നല്ല, അവിടെ നിന്ന് സജി മഞ്ഞക്കടമ്പൻ പോയിരിക്കുന്നു. പകരം ഇതാ PM മാത്യു കടന്നു വന്നിരിക്കുന്നു. PM മാത്യു അടക്കമുള്ള പുതിയ നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരും. ഇത് ഈ ഇലക്ഷൻ റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. 2 വാചകത്തിൽ ഒരു കമന്റ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജയിക്ക്. 2 വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന പേരുകളല്ല കോട്ടയത്തും കേരളത്തിലും കോൺഗ്രസിൽ നിന്ന് കൂറുമാറി മുന്നണി വിട്ട് പോയിട്ടുള്ളത്. അത് സമയമെടുത്ത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. എത്ര പേരുകളുണ്ട്? ഇപ്പൊ 20 പാർലമെന്റ് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ കോട്ടയത്തിന്റെ തന്നെ അനുഭവം വെച്ച് പറയാമല്ലോ. ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചു കാഞ്ഞിരപ്പള്ളിയിലെ മുൻ MLA സംബന്ധിച്ച് അദ്ദേഹം CPIMന്റെ ഒരു പാർട്ടി അംഗം പോലും അല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന, അങ്ങനെയുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നതാണ്. എത്ര കോൺഗ്രസ്സുകാർ അംഗീകരിക്കും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. മെമ്പർമാരോട് മത്സരിക്കാൻ ഇല്ലായിരുന്നോ? രണ്ട് ടൈം MLA ആയിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ശരി, അദ്ദേഹം പറയട്ടെ. ഞാൻ പറയുന്നത്, നമ്മളൊരു ചർച്ച ആരംഭിക്കുമ്പോൾ മര്യാദയോടുകൂടെ ഇവിടെ സംഗമിച്ചിട്ടുള്ള കോൺഗ്രസ് BJP ഇടതുപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ കഴിയണം. അങ്ങ് ഇടപെടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ പറയാം, അൽഫോൺസ് കണ്ണന്താനം ഞങ്ങളുടെ പാർട്ടി അംഗമല്ലല്ലോ. പക്ഷേ എന്താണ്, ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയെ പോലെ ആ സമയത്ത് ഇടപെട്ടില്ല. പക്വതയോടുകൂടെ എനിക്ക് എൻ്റെ അവസരം വരുമ്പോൾ അങ്ങയുടെ വാദങ്ങളെ കണ്ടിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേ അങ്ങ് എന്തിനാണ് ഒരു KSU നേതാവായി തരം താന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങയുടെ അവസരത്തിൽ വിശദീകരിച്ചാൽ മതി. ഞാൻ അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം CPIMന്റെ ഒരു പാർട്ടി അംഗം പോലുമല്ല. എന്നാൽ നേരെ മറിച്ച് അദ്ദേഹമാണ് ഇവിടെ BJPയിലേക്ക് പോയതിനെ സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചത്. ഞാനത് പറയാൻ ഉദ്ദേശിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ആളുകളല്ല. നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയംകാരായതുകൊണ്ട് നമ്മുടെ 2 നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇല്ലേ? പൂഞ്ഞാർ നിയോജക മണ്ഡലവും കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ്? ഞാനിത് പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല. പക്ഷേ കോൺഗ്രസ് നേതാവിന് എന്തോ വാശി എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അറക്കൽ പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന AK ആൻ്റണിയുടെ മകൻ്റെ അദ്ദേഹമാണ് ഇന്ന് BJP സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണോ? മലപ്പുറത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ്? അബ്ദുൾ സലാം UDFന്റെ സംഭാവനയാണ്. അതോടൊപ്പം KS രാധാകൃഷ്ണൻ മുൻ PSC ചെയർമാൻ, ഇദ്ദേഹത്തെക്കാൾ വലിപ്പമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇന്ന് ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്? കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിക്കൊണ്ടുവന്ന DCCയുടെ വൈസ് പ്രസിഡന്റാണ്, ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെ, C രഘുനാഥ് മുതൽ അനിൽ K ആന്റണി വരെ, അബ്ദുൾ സലാം മുതൽ KS രാധാകൃഷ്ണൻ വരെ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാതിയോളം BJP സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് ആണ്, കേരളത്തിലെ UDF ആണ്. എന്നിട്ട് അദ്ദേഹം കൂറുമാറ്റത്തെക്കുറിച്ച്, ഏത് സ്വന്തം മുന്നണിയുടെ ജില്ലാ ചെയർമാൻ, കോട്ടയത്ത് UDF സ്ഥാനാർത്ഥികളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കൂടുവിട്ടുപോയി ആപ്പീസ് തുറന്ന് ഇദ്ദേഹം സൂചിപ്പിച്ച ആദരണീയനായ KM മാണിയുടെ ചിത്രവും എടുത്തുകൊണ്ടുപോയി. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുകയാണ്,
CPIM പാർട്ടി അംഗം പോലുമല്ലാത്ത ഒരു മുൻ MLA അദ്ദേഹം BJP-യിലേക്ക് പോയില്ലേ? ഇതാണ് ചോദ്യം. ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ആരാണ് കൂട് വിട്ട് പോയതെന്ന്. ബിജുകുമാർ ഇവിടെ വസന്തിലേക്ക് വരാം. ബിജുകുമാർ, ഇതിൽ ഈ പറഞ്ഞ രണ്ട് മുന്നണി വിപുലീകരിക്കപ്പെട്ടതിൻ്റെ LDF-ൻ്റെ ആത്മവിശ്വാസം സിറ്റിംഗ് MP ഒരു ഭാഗത്ത്, UDF ആകട്ടെ UDF ചെയർമാൻ തന്നെ ജില്ലാ ചെയർമാൻ വിട്ടുപോയതിൻ്റെ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ഒരു പ്രശ്നം ആ മുന്നണിയെ അലട്ടുന്നുമുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ജയ്ക്ക് ഒട്ടേറെ കോൺഗ്രസ്സുകാരെ UDF അനുഭാവമുള്ളവരെയൊക്കെ നിങ്ങൾ കേരളത്തിൽ തന്നെ സ്ഥാനാർത്ഥികളാക്കി. പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷിക്കാണ് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഘടകങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ? നിലവിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എത്ര ഈ മണ്ഡലത്തിൽ? അതിൽ നിന്ന് എത്ര മുന്നോട്ട് പോകാനാകും? അതോ പിന്നോട്ട് പോക്കിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ കാത്തിരിപ്പുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ വ്യക്തികളെ അധിഷ്ഠിതമാക്കിയിട്ടല്ല. ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞാൻ BJP-യുടെ കോട്ടയം ജില്ലയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയ്ക്കിനെയും വസന്തിനെയും BJP-യുടെ പാളയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് കേസും ജനാധിപത്യ മാർഗമാണോ? കേസും അല്ല, കേസ് കൊടുക്കുക, കേസിലൂടെ അശോക് ചവാൻ കരഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് പോയെന്ന് വലിയ വാർത്ത വന്നിട്ടുണ്ട്. ശ്രീ ശരത്തെ, ഞാനൊരു കാര്യം പറയാം. ഒന്ന്, രണ്ട് ഇന്ത്യ മുന്നണിയുടെ ആളുകളും അവർക്ക് വക്താവായി അങ്ങും സംസാരിക്കുക. അതിനിടയിൽ ഞാൻ ഒരാളാണ് നമ്മൾ തമ്മിലാണ്. ഞാൻ താങ്കളുടെ അവസരത്തെ പറിച്ചെടുത്ത് ആർക്കും കൊടുത്തില്ല. ബിജുവിനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ജനാധിപത്യപരമായി പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ താങ്കളോട് ചോദിക്കണ്ടേ? ED അതിന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതരാക്ഷേപം നിങ്ങൾ നേരിടുന്നു. അശോക് ചവാനെ പോലുള്ള നേതാക്കൾ കരഞ്ഞുകൊണ്ട് എനിക്ക് ജയിലിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് BJP വരുന്നു. കേസുകൾ ക്ലോസ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അജിത് പവാറിന്റെ കേസ്, എത്രയധികം കേസുകൾ ഇത് മെൻഷൻ ചെയ്തിട്ടതാ. താങ്കൾക്ക് എന്തും പറയാം. ഞാനൊരു ആശയം പറയുമ്പോൾ എനിക്ക് ആ ആശയം പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു വ്യക്തത വരുത്താൻ കൈരളിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് പറയാനുള്ള ഒരു അവസരം തന്നതിന് ശേഷം താങ്കൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഞാൻ പറയുമ്പോൾ ഓരോ കാര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് എനിക്ക് വിഷയം അവതരിപ്പിക്കാൻ പറ്റാതെ വരും. അതിനുള്ളൊരു അവസരം എനിക്ക് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഓരോ ആളുകളെയും ജനാധിപത്യ പ്രക്രിയയിലൂടെ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. ശ്രീ ശരത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ജയ്ക്കിനെയും വസന്തിനെയും അടക്കമുള്ളവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവിടെ ആര് വന്നാലും അവർക്ക് ഞങ്ങളുടെ BJP-യിലാണെങ്കിൽ BJP-യുടെ ഭരണഘടന അനുസരിച്ച് സ്വബോധമുള്ള ആർക്കും ഭാരതീയ ജനതാ പാർട്ടി 18 വയസ്സ് പൂർത്തീകരിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമാവാം. അങ്ങനെയുള്ള ആര് വന്നാലും ഞങ്ങൾ അവരെ സ്വീകരിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിഷയം ഈ 135-140 കോടി ജനതയുള്ള ഈ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടുത്തെ സർവ്വസാധാരണക്കാരനായി നൽകിയിട്ടുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ, അതിനെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അതിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു ക്ഷേമരാഷ്ട്രമാണ്. ആ ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന് പാർപ്പിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കിയ ഒരു സർക്കാർ. ആ പാർപ്പിട പദ്ധതി മാത്രമല്ല, പാർപ്പിടം മാത്രം പോരാ, ആ പാർപ്പിടത്തിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ജൻജീവൻ മിഷൻ എന്ന പദ്ധതി കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു സർക്കാർ. അവിടെ ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിനായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പദ്ധതിയിലൂടെ ഒരു BPL ലിസ്റ്റുകാരന് കഴിഞ്ഞ 40 മാസമായി ഇപ്പോൾ 200 കിലോ അരി സൗജന്യമായി കൊടുത്തൊരു സർക്കാർ. അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനായി കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് 65,000 കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള UDF-ന് സ്വാധീനമുള്ള ഞങ്ങൾക്കൊരു MPയോ MLAയോ ഇല്ലാത്ത ഈ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 65,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. ഇതാണ് ഞങ്ങൾ കേരളീയ ജനാധിപത്യ സമൂഹത്തോട് സംവദിക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിലും BJP ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹവും പറഞ്ഞു 3 പേരും അവരുടേതായ സാഹചര്യത്തിൽ നിന്ന് സംസാരിച്ചു. കോട്ടയമാണ് നിലവിലുണ്ടായിട്ടുള്ളൊരു രാഷ്ട്രീയ അവസ്ഥ വലിയ ചർച്ചയാണ് കേരളത്തിലാകെ. നിങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അവരിലേക്ക് വരാം.
BJPയുടെ നേതാവിനോടാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പാക്കുമ്പോൾ ജാതിപരമായി പൗരത്വ ബില്ല് നടപ്പാക്കാൻ മോദി സർക്കാരിന് എന്താണ് അധികാരം? ഭരണഘടനാ വിരുദ്ധമല്ലേ? ചോദ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പറഞ്ഞു പോയതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിവിടെ ക്ലാരിഫിക്കേഷൻ വരും. കാരണം ഈ വീട് കൊടുത്തതിൻ്റെ കഥയൊക്കെ അറിയാം. 70,000 രൂപ കൊടുത്ത് ബാക്കി കൊടുക്കുന്ന സ്റ്റേറ്റാണ്. ആ വീടിൻ്റെ പേരിൽ അവിടെ കൊണ്ടുവന്ന് മോദിയുടെ പടം വെക്കണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുന്നത്. കേരളത്തിൽ അത് നടപ്പാകത്തില്ല. അത് വേറൊരു വഴിക്ക് പോട്ടെ. അല്ല, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും മതേതരത്വത്തെയും തകർത്ത് കോർപ്പറേറ്റുകളെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അടിയറ വെച്ച് അവരിൽ നിന്ന് ഇലക്ട്രൽ ഫണ്ട്, അതായത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിയാണ്. ആ അഴിമതിയാണ് BJP സർക്കാർ ഇവിടെ നടത്തിയിരിക്കുന്നത്. മോദി ഗ്യാരണ്ടി എന്നുള്ളതല്ലാതെ മുമ്പോട്ട് ഒരടി പോലും ഈ 10 വർഷത്തിനോടിടയ്ക്ക് മോഡി സർക്കാർ പോകട്ടുണ്ടോ? ആരോഗ്യ മേഖലയായാലും മറ്റേത് മേഖലയായാലും. ഓക്കെ മനസ്സിലായി. അടുത്തത്. നമസ്കാരം. മൈക്ക് വേണ്ടവർ ചോദിക്കണേ. NDAയുടെ പ്രതിനിധിയോടാണ്. പ്രതിനിധി പറഞ്ഞു ഈ സുബോധമുള്ളവരെയാണ് നിങ്ങൾ പാർട്ടിയിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ഈ വന്നതിന് ശേഷമായിരിക്കും ആളുകളുടെ സുബോധം പോകുന്നതെന്നാണ് എനിക്ക് ഇവിടെ നിന്നപ്പോൾ തോന്നിയത്. കാരണം ഈ സുബോധം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരാളായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ച് നോർത്ത് ഇന്ത്യയിൽ ജൂംല എന്നാണ് പറയുന്നത്. തള്ളലുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അവിടെ ജൂംല എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ജൂംലകൾ മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പം വീടുണ്ടാക്കാൻ പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ തുകയും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കേരളത്തിൽ LDF സർക്കാർ കൊടുക്കുന്ന തുക എത്രയാണ്? അതുപോലെ തന്നെ തുകയുടെ കണക്ക് നിങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ആ തുകയും കൂടെ പറഞ്ഞാലേ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരം തള്ളലുകളല്ല ഇവിടെ ആവശ്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഏതാണ്ട് കേരള കോൺഗ്രസ്സുകാർ 2 കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ മത്സരിക്കുന്ന എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളും അതുപോലുള്ള ജനങ്ങളും എല്ലാം ഇവിടെ അങ്ങനെ ഒരു വീക്ഷണത്തോട് കാണും. സത്യത്തിൽ 2 കേരള കോൺഗ്രസ്സുകാരല്ല ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ. അവർ 2 ലക്ഷത്തിൽ തന്നെ അന്നും ഇന്നും മത്സരിക്കുന്നുണ്ട്. അംഗീകാരമുള്ള കേരള കോൺഗ്രസ്. മറ്റതിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. സുഹൃത്തിന്റെ അഭിപ്രായത്തിൽ UDF-നൊപ്പമുള്ള വിഭാഗത്തിൽ കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ആ മത്സരം എന്നുള്ള രീതിയിൽ ആ രീതിയിലല്ല കാണുന്നത്. അതിനെ LDF UDF എന്ന് തന്നെ കണ്ടോ? ആ UDF-ലുള്ള ആ വിഭാഗത്തെ താങ്കൾ എന്താണ് സ്വാഭാവികമായും വിളിക്കുന്നത്? അല്ല, അതിനകത്ത് ജോസഫ് ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ജോസഫ് ഗ്രൂപ്പ് എന്ന് വേണേ വിളിക്കാം. അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇവിടെ മത്സരിക്കുന്ന UDF-ലെ കേരള കോൺഗ്രസിന്റെ പേര് കേരള കോൺഗ്രസ്, LDF-ൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ്. രസകരമായ ഒരു കഥയുണ്ട്. BJP-ക്കൊപ്പം നിന്ന PC തോമസിന്റെ വിഭാഗത്തെ ഒപ്പം കൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ആ രജിസ്ട്രേഷൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കില്ല. അല്ല, രണ്ടലയില്ല. ചിഹ്നമല്ലല്ലോ, പാർട്ടി പേരോ അല്ല, ഈ പേരില്ല. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചാൽ 2 കിട്ടൂ. പക്ഷേ 2 എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ചിഹ്നം ജോസഫ് ഗ്രൂപ്പിനില്ല. അത്ര ഞാൻ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജിനില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചിഹ്നം. എനിക്ക് UDF-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് വിവരം പറയാമെന്ന് പറഞ്ഞിട്ട് ഈ നാഴിക വരെ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റില്ലേ എന്ന് ഒന്നാമത്തെ ചോദ്യം. LDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് ഉണർന്നിട്ടില്ലെന്നുള്ളതാണ് ഒരു ചോദ്യം. LDF-ന്റെ പ്രതിനിധിയോട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ ആയില്ല. ഒരു ചോദ്യം കൂടെ ഉണ്ട് LDF-ന്റെ പ്രതിനിധിയോട്. MP ഫണ്ട് 17 കോടി രൂപ 100% ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ലാത്ത വിധത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനുപരി ഈ കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന 7 അസംബ്ലി നിയോജകമണ്ഡലത്തിൽ കൂടി ഈ MP എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചുകൂടി ഒന്ന് വിശദീകരിച്ചാൽ. ഒരാളുടെ കൂടി കമന്റ് എടുത്തുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഊഴത്തിലേക്ക് വരാം. കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം. നമുക്കറിയാം, കേരളത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 1972 നിയമം മാറ്റണമെന്ന് രാജ്യസഭയിൽ ശ്രീ ജോസ് കെ മാണി MP-യും ലോകസഭയിൽ ശ്രീ തോമസ് ചാഴിക്കാടനും ഉന്നയിച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ 18 MP-മാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു? വയനാടിൽ MP-യായ
ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന്. ശരി, വളരെ പ്രസക്തമായ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് ജയിക്ക് വികസനത്തിലൂന്നി ഇപ്പോൾ BJP പ്രതിനിധിയാണ് നിങ്ങളിൽ അവസാനം സംസാരിച്ചു വെച്ചത്. വികസനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് BJP അവതരിപ്പിച്ചതുണ്ട്. ഇവിടെ നിന്ന് ഉയർന്നു വന്ന വിഷയങ്ങളുണ്ട്. ജയിക്കിൻ്റെ ആദ്യ ഊഴത്തിൽ BJP പ്രതിനിധിയുടെ പല വാദങ്ങൾക്കും യഥാർത്ഥത്തിൽ സമയമെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. നമ്മളുടെ ചർച്ചയുടെ ഒരു പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു BJP ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് എന്ന നിലയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ മേന്മയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്. ഭവനരഹിതർക്ക് ഭവനമുണ്ടാക്കി കൊടുക്കുന്നു, പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ നിസ്വരായ മനുഷ്യരുടെ പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നൊക്കെ ഉള്ളതാണ്. വസ്തുതാപൂർണമായ ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, അതിനിപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെയാവട്ടെ, ഏതെങ്കിലും ഒരു റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്തതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സംഭാവന എത്ര? ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിൽ, പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ, യുവതീ യുവാക്കൾക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ ഇത്യാദി തൊഴിൽ, വിദ്യാഭ്യാസം, ഭക്ഷണം, പാർപ്പിടം, ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിൽ ഇന്ത്യ എന്ന മഹാരാഷ്ട്രം BJPയുടെ കാലയളവിൽ എത്ര കാലം മുമ്പോട്ടേക്ക് നീങ്ങി? ഇതിനെ സംബന്ധിച്ചൊരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റായ BJP നേതാവ് മുതൽ ദേശീയ വർഗീയവാദിയായിട്ടുള്ള ഇന്ത്യയുടെ ക്യാബിനറ്റ് മെമ്പർമാർ വരെ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മളുടെ മുമ്പിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ നഗരഹൃദയത്തിൽ ഒത്തുചേരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് പുറകിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ലോകമെമ്പാടും പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 125 എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. UN ഉൾപ്പെടെയുള്ള അന്തർദേശീയ ഏജൻസികളുടെ സഹായത്തോടുകൂടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 125 ലോകമെമ്പാടുമുള്ള പട്ടിണി മരണങ്ങളുള്ള രാജ്യങ്ങളിൽ ക്രമാനുഗതമായി അടയാളം ചെയ്യുമ്പോൾ 107ാം സ്ഥാനത്ത് തൊട്ടുപിറകിലത്തെ വർഷമുണ്ടായിരുന്ന ഇന്ത്യ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 111ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. അതായത് വർത്തമാനകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പട്ടിണി മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരെ മരിച്ചവരായി സംഭാവന ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഈ പട്ടിണിയുടെ തോത് കൂടിയതാണോ BJP ഇന്ത്യക്ക് നൽകിയ സംഭാവന? അദ്ദേഹം വിശദീകരിക്കട്ടെ. പിന്നെ ഭവനരഹിതർക്ക് ഭവനം വെച്ച് കൊടുത്തു എന്നുള്ളതാണ് അവകാശവാദം. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോഴത്തെ 5 ലക്ഷം മനുഷ്യന്മാർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് നടന്നു കയറിയ അഭിമാനകരമായ വർഷമാണ് 2024. എത്രയാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സംഭാവന? എല്ലാവരും മനസ്സിലാക്കണം. 72,000 രൂപയാണ് യൂണിയൻ ഗവൺമെൻറ് മലയാളികൾക്കൊരു വീട് വെക്കാൻ നൽകുന്നത്. 72,000 രൂപയ്ക്ക് കോട്ടയത്തും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു കക്കൂസ് പണിയാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൊണ്ട് വീട് പണിത് വെച്ചിട്ട് ഇപ്പോഴെന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മോഡിയുടെ ചിത്രം നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയുടെ മുമ്പിൽ കൊണ്ടുപോയി ഒട്ടിക്കണം. മോഡിക്കുള്ള നന്ദി എത്ര? 5-6 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ തരും, അതിൽ 70,000 രൂപ സംഭാവന നൽകും. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കാശില്ല. ഈ സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലൈഫ് മുഖാന്തരം വെച്ച് കഴിഞ്ഞ 5 ലക്ഷത്തിലധികം വരുന്ന വീടുകളുടെ അവകാശവാദം 70,000 രൂപ തന്നതിൻ്റെ പേരിൽ ഒരു കക്കൂസ് നിർമ്മിക്കാൻ ആവശ്യമായ പണം പോലും തരാതിരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ അവകാശവാദവുമായി BJP വന്നിരിക്കുകയാണ്. ഇതാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ വാദം. പിന്നെ പൗരത്വത്തെ സംബന്ധിച്ച് ഇവിടെ ചോദ്യം പറഞ്ഞു. കോൺഗ്രസ് ഇവിടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചില്ലേ? പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യയിൽ തൻ്റെ ഇടത്തോടുകൂടെ വിളിച്ചു പറയാൻ RSS ഇതര രാഷ്ട്രീയമുള്ള എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? പേരിനൊരു 2.5 മുഖ്യമന്ത്രിമാർ ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. നമ്മുടെ ഐക്യ ആന്ധ്രയുടെ ഭാഗമായിരുന്ന തെലങ്കാനയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെതാണ്, പഴയ ABVPയുടെ പ്രവർത്തകനാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പൗരത്വ നിയമം ഞങ്ങളുടെ മണ്ണിൽ പാസ്സാക്കില്ല എന്ന് അയാൾ പറഞ്ഞോ? കർണാടകയുടെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ സംഭാവനയാണ്, പൗരത്വ നിയമത്തിന് കർണാടകത്തിൽ ഇടമില്ല എന്ന് അയാൾ പറഞ്ഞോ? ഹിമാചൽ പ്രദേശിലെ എന്തുകൊണ്ടാണ് 2.5 മുഖ്യമന്ത്രി എന്ന് പറയാൻ കാര്യം? ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും സംഘവും രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. നമുക്കെല്ലാവർക്കും അറിയാം, ആദരണീയനായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി തലേ ദിവസം പോലും അത്താഴം കൊടുത്ത് ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. കാരണം രാജ്യസഭയാണ്, കൂടുതൽ MLA മാർ കോൺഗ്രസിനാണ്, ഉറപ്പായിട്ടും ജയിക്കും. പിറ്റേ ദിവസം എന്താണ് ചെയ്തത്? ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും സംഘവും അത്താഴം നൽകിയ മനു അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ച് അപ്പുറത്തുള്ള RSSകാരനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടു. ജനുവരി 22-ന് അയാൾ പൊതുവധി പ്രഖ്യാപിച്ചു. അതാണ് പറഞ്ഞത്. ഇപ്പോഴാണ് RSS 2.5 മുഖ്യമന്ത്രിമാരുണ്ട്. പറഞ്ഞോ CA നടപ്പിലാക്കില്ല എന്ന്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നിയമം പാസ്സാക്കപ്പെട്ട പിറ്റേ ദിവസം തൻ്റെ ഇടത്തോടുകൂടെ ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്രയും കാലഘട്ടം കേരളത്തിൻ്റെ മണ്ണിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയിൽ തൻ്റെ ഇടത്തോടുകൂടെ വിളിച്ചു പറഞ്ഞ ഒരൊറ്റ മുഖ്യമന്ത്രിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആ ആർജവം എന്തുകൊണ്ട് കോൺഗ്രസിനില്ല? ആ ആർജവം എന്തുകൊണ്ട് മറ്റാളുകൾക്കില്ല?
നിങ്ങൾ വിശദീകരിക്കുക. അതാ വസന്തിന്റെ ഊഴമാണ്. വസന്താണ് അതിനാണ് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഒരു പ്രധാന പ്രശ്നം. പ്രകടന പത്രികയിൽ പോലും പറയാതെ എന്തിന് ഈ ഒളിച്ചുകളി നടത്തുന്നു, BJP യെ ഭയക്കുന്നു എന്ന് നിങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വയം വെളിപ്പെടുത്തുകയല്ലേ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊടി ഒളിപ്പിക്കുന്നു, ലീഗിനോട് കൊടി ഒളിപ്പിക്കാൻ പറയുന്നു, CAA നടപ്പാക്കില്ല എന്ന് ഒറ്റ വരിയിൽ ശക്തമായി പറയാവുന്ന പ്രകടന പത്രികയിൽ അത് പറയാതെ ഒഴിവാക്കിയ ശേഷം 8ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാൻ പറഞ്ഞു. ആളുകളെടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. പകരം ആർട്ടിക്കിൾ, വിവിധങ്ങളായ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊക്കെ വളഞ്ഞു മൂക്കെ ചുറ്റും വിധത്തിൽ പറയുന്നു. എന്തിനാണിത്? യഥാർത്ഥത്തിൽ നെഞ്ചുറപ്പോടെ പറയണ്ടേ കോൺഗ്രസ് നടപ്പാക്കില്ല, എന്തുകൊണ്ട് ഭയം? അല്ല, ഇദ്ദേഹം 2.5 മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഈ രാജ്യത്തൊരു ഗവൺമെൻറ് വന്ന് അതിൻ്റെ അധികാരം പിടിക്കണമെങ്കിൽ 545 സീറ്റുകളിൽ മത്സരം നടക്കുന്നിടത്ത് എത്ര സീറ്റിലാണ് CPM മത്സരിക്കുന്നത്? എന്നിട്ട് ഞങ്ങളതങ്ങ് നടപ്പിലാക്കില്ല എന്ന് വായി തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണിത്. ചേട്ടാ നടപ്പാക്കൂല്ലേ? നടപ്പാക്കും, പറഞ്ഞത് നടപ്പാക്കും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണിത്. ഇന്ത്യ മുന്നണിയുടെ പോർമുഖം ശ്രീ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി അദ്ദേഹം CAA സമയത്ത് CAA വന്ന് ഒരു മാസം മുമ്പത്തെ പ്രശ്നമാണ്. നിങ്ങളുടെ പഴയ ബൈറ്റ് എടുത്ത് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി കേൾക്കൂ. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ പോർമുഖം ശ്രീ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ 8ാമത്തെ പാരഗ്രാഫ് വായിക്കേണ്ടതേ, 10ാമത്തെ പേജ് വായിച്ചു നോക്ക്. റിവൈസിങ് ദ ഡാമേജ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഡാമേജ് തിരുത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് CAA വരും, ആർട്ടിക്കിൾ 370 വരും, അതിൻ്റെ അകത്ത് പൗരത്വ നിയമം വരും, ഏക സിവിൽ കോഡ് വരും, കാര്യങ്ങളെല്ലാം വരും. ഇല്ലെങ്കിൽ CAA എന്നുള്ളൊരു വാക്ക് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് തൃപ്തി വരുമെങ്കിൽ ആ തൃപ്തി അല്ല ഇവിടെ പ്രശ്നം. ഗുജറാത്തിൽ അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട്, ക്രോണോളജി സാംജിയെ എന്നാണ് അദ്ദേഹം CAA-യുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് CAA-യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. പ്രകടന പത്രികയിൽ CAA മാത്രം പറഞ്ഞുകൊണ്ട് ഇനി പരിഹാരവും ഉണ്ടാവില്ല. NPR വരും, NRC വരും, അതിനെ എല്ലാം NIA ഭേദഗതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെ ഓരോന്നുണ്ട്. അതൊക്കെയല്ലേ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പറയേണ്ടത്. അതല്ല, അത് പറയുന്നില്ല എന്നുള്ളിടത്താണ്. അല്ലല്ല, റിവൈസിംഗ് ദ ഡാമേജ് എന്ന ഒറ്റ വാക്കിൽ അതുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മേൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ ഉണ്ടായിരിക്കുന്ന വസന്ത്, നമുക്കറിയാലോ, അത് സംസ്ഥാനത്താവട്ടെ കേന്ദ്രത്തിലാവട്ടെ എവിടെയുമാവട്ടെ, ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും അവൻ്റെ മുമ്പിലുള്ള വിഷയങ്ങളിൽ ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് വളരെ വ്യക്തമായി പറയും. ഇത് നിയമപണ്ഡിതന്മാർക്ക് വേണ്ടിയുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ പറയാൻ വ്യക്തമായ ഭാഷയിൽ ലളിതമായി ശക്തമായി പറയാൻ എന്തേ കോൺഗ്രസ്? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേലുള്ള സംഘപരിവാർ ആക്രമണം അത് തേച്ചു വായിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവും. CPM-ന് കേരളത്തിൽ മാത്രം പ്രകടന പത്രിക ഇറക്കിയാൽ മതി. അതുകൊണ്ട് അവർക്ക് എന്തോ അതിൽ എഴുതി വെക്കാം. ഇത് നടപ്പിലാക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേലുള്ള സംഘപരിവാർ ആക്രമണം അത് ഞങ്ങൾ തേച്ചു മായ്ക്കും എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊരു വിശദീകരണം ആവശ്യമില്ല. ബിജു, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വളരെ തന്ത്രപരമായി വികസനത്തെക്കുറിച്ച് പറയുന്നു, അതിലൊരു മോദി ഗ്യാരണ്ടി പറയുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് മോദി ഭരണകാലത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, അതിലുള്ള ശക്തമായ വിയോജിപ്പാണ് കേരളം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മണിപ്പൂരുണ്ട്, ഇലക്ട്രൽ ബോണ്ടുണ്ട്, പൗരത്വ നിയമമുണ്ട്. ഇതെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്ത് നിങ്ങളെ കേരളത്തിൻ്റെ വോട്ടിൻ്റെ പരിസരത്ത് നിന്ന് അകറ്റി നിർത്തുമ്പോൾ അതാണ് നിങ്ങൾക്ക് കേരളത്തിലെ പ്രതിബന്ധം. ആ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയേണ്ടതായി വരുന്നുണ്ട്. ഇവിടെ സദസ്സിൽ നിന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ജയിക്കും എൻ്റെ UDF പ്രതിനിധി എല്ലാം പറഞ്ഞൊരു വിഷയം പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചാണ്. ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ, അതായത് ഇന്ത്യ മുന്നണിയുടെയും ചില മാധ്യമങ്ങളുടെയും ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് ചോദ്യം. അത് വർഗീയമായി മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നതല്ലേ എന്നുള്ളതാണ് ചോദ്യം. കൈരളിയുടെ ഇസ്ലാമിക മതവിശ്വാസികളായ പ്രേക്ഷകരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് നമ്മുടെ രാജ്യത്ത് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 3 രാജ്യങ്ങളെ മാത്രം ബന്ധിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പൗരനെയും ഒരു കാരണവശാലും ബാധിക്കാത്ത, അത് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ 140 കോടി ജനതയെയും ഒരു വിധത്തിലും ബാധിക്കില്ലാത്ത, ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നില്ലാത്ത, പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മാത്രം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് CAA എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അവിടെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് ആക്ഷേപം.
എന്നെ ശ്രമിക്കുന്ന മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക ചില ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇന്ത്യയുടെ ഭരണഘടനാപരമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറും പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ ദ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. ഈ 3 രാജ്യവും ഇസ്ലാമിക റിപ്പബ്ലിക്കുകളാണ്. ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആ രാജ്യത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം നമുക്കറിയാം. അവിടെ പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ബംഗാളികൾ എന്ന് പറഞ്ഞു വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ബംഗ്ലാദേശികളാണ്. അങ്ങനെ വരുന്ന ബംഗ്ലാദേശികൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്? തൊഴിൽ തേടി വരുന്നു. അവർ ഇവിടെ വന്ന് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിച്ചാൽ സ്വാഭാവികമായി, ഇന്ന് ഒരു ഉദാഹരണത്തിന് ഞാനൊരു കണക്ക് പറയുകയാണ്. രാജ്യത്ത് 1 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ വിഭജിക്കപ്പെടേണ്ടത്, വീതം വയ്ക്കേണ്ടത്. ഇന്ന് ഈ 3 രാജ്യങ്ങളിൽ നിന്നുകൂടി 1 ലക്ഷം മുസ്ലിങ്ങൾ കൂടി വന്ന് രാജ്യത്തിൻ്റെ പൗരത്വം എടുത്താലോ ഈ 1 ലക്ഷം പേർക്ക് കിട്ടേണ്ടത് 2 ലക്ഷം പേർക്കായി വീതം വെക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ, നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇന്ത്യയിലെ ഒരു പൗരനും ഈ പൗരത്വ രണ്ടാമത്തെ കാര്യം, ഇവിടെ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഈ ചർച്ചയിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പിണറായി വിജയൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയോ ഒന്നും കൂടുതൽ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ദേശീയ തലത്തിലെ ദേശീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യം, ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാർ എന്തുകൊണ്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. പൗരത്വം നൽകാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളാണോ സംസ്ഥാന സർക്കാരുകളാണോ? അല്ല, ഇന്ത്യയുടെ പാർലമെന്റാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എടുക്കുന്ന തീരുമാനമാണ് ഒരാളുടെ പൗരത്വത്തെ സംബന്ധിച്ച്. അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം 20 പേരെ ജയിപ്പിച്ചു വിട്ടാൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കും? എന്നുള്ള നിലയിൽ ജയിക്കുന്ന മുഴുവൻ എംപിമാർ വിചാരിച്ചാലും ഇത് നടപ്പാക്കാൻ പറ്റുമോ? നമുക്ക് വിഷയങ്ങളിലേക്ക് വളരെ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ വാദത്തിന് 2 സുപ്രധാനമായ ഭാഗങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സാധുതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു ന്യായീകരണം, അതായത് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായൊരു ന്യായീകരണം അദ്ദേഹം ചമയ്ക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള മറ്റാളുകൾക്ക് പൗരത്വം കൊടുക്കുകയും മുസ്ലിങ്ങൾക്ക് പൗരത്വം പുതുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം അദ്ദേഹം നൽകുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, 3 രാജ്യങ്ങളെ മാത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒരു രാജ്യത്തെയും ബാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ രാജ്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി, അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി വന്നിട്ടുള്ള അമുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം കൊടുക്കുകയും മുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആ നിയമത്തിൻ്റെ വാച്യാർത്ഥത്തെ സംബന്ധിച്ച് അദ്ദേഹം ന്യായീകരിക്കുകയാണുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? പൗരത്വ നിയമ ഭേദഗതി നമ്മളുടെ നാട്ടിലെ ഒരു മുസ്ലിം പ്രശ്നമാണോ, ഒരു ഹിന്ദു പ്രശ്നമാണോ, ഒരു ക്രിസ്ത്യൻ പ്രശ്നമാണോ? എത്രയെത്ര അഭയാർത്ഥികളായ മനുഷ്യന്മാർക്ക് ഇടം പകുത്തു നൽകിയ നാടിൻ്റെ പേരാണ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴല്ല, 1800കളുടെ അവസാനം സെപ്റ്റംബർ മാസം 9-ാം തീയതി ചിക്കാഗോയിൽ പ്രഭാഷണം നടത്തിയ ആദരണീയനായ സ്വാമി വിവേകാനന്ദനാണ് വിശദീകരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്. ചിക്കാഗോ പ്രഭാഷണത്തിന്റെ രത്നചുരുക്കം ഒറ്റവാചകത്തിൽ ഞാൻ പറയുകയാണ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ അനുഭവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് മാതൃകാ രാജ്യങ്ങൾ എന്ന വാർപ്പ് മാതൃക നിലനിൽക്കുകയാണ്. ചിക്കാഗോ പ്രഭാഷണത്തിൻ്റെ പ്രസക്തമായ ഘട്ടത്തിൽ വിവേകാനന്ദൻ ഇപ്രകാരമാണ് ഇന്ത്യയെ നിർവചിക്കുന്നത്: ലോകമെമ്പാടുമുള്ള എല്ലാ ദേശരാഷ്ട്രങ്ങളെയും പീഡിപ്പിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ചവിട്ടി നിൽക്കാൻ മണ്ണും കണ്ണുയർത്തി നോക്കുവാൻ ആകാശവും നൽകുന്ന ലോകഭൂപടത്തിലെ ഒരേ ഒരു രാഷ്ട്രമുണ്ട്. എല്ലാ നന്മകളെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്ന, എല്ലാ പീഡിതർക്കും ഇടം കൊടുക്കാൻ കഴിയുന്ന ആ രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് വിവേകാനന്ദൻ വിശദീകരിക്കുന്നുണ്ട്. ആ ഇന്ത്യയെ നിങ്ങൾ തകർക്കും എന്നുള്ളതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ രത്നചുരുക്കം. മതം ഒരു പ്രധാന ഘടകമായി വരുന്നു എന്നുള്ളതാണ്. ഗൗരവമായ ഉണ്ടെങ്കിൽ ചോദിക്കേ, വേഗം ഇവരോട് ചോദിക്കേ. വരംഭിച്ചു. പ്രിയപ്പെട്ട ജയിക്കനോടാണ് ചോദിക്കുന്നത്. കേരളത്തിലെ വലിയ മുമ്പേ ഒരു സുഹൃത്ത് ഇവിടെ തള്ളലിനെ പറ്റി വലിയ കാര്യമായിട്ട് പറഞ്ഞു. ഏറ്റവും വലിയ തള്ളൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതായത് രക്ഷാപ്രവർത്തനങ്ങളുടെ സമയമാണിപ്പോൾ. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ചെടിച്ചട്ടി കൊണ്ടെറിഞ്ഞാലും തലയടിച്ച് പൊട്ടിച്ചാലും രക്ഷാപ്രവർത്തനമാണ്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ബോംബ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് രക്ഷാപ്രവർത്തനം നടത്തിയായിട്ട് കാണുന്നത്. അതിനെപ്പറ്റി ഇദ്ദേഹത്തിന് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടന കേസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുന്നു, അതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. ആവർത്തിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവർ വ്യക്തമാക്കിയതും എനിക്ക് ആവർത്തിക്കേണ്ടതുമായ ഒരു കാര്യം, കേരളത്തിൻ്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരാലും RSSകാരാലും കൊല്ലപ്പെട്ടവരുടെ പാർട്ടി
അതാണ് CPIM എന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്നത്. നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയത്തിൽ CPIM-ന്റെ പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന എത്ര ആളുകളെയാണ് ഇതേവരെ അറസ്റ്റ് ചെയ്തത്? എത്ര ആളുകളെയാണ് പ്രതിപ്പട്ടിയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി കഴിഞ്ഞത്? അത്തരമൊരു സംഭവവികാസം അവിടെ പ്രാദേശികമായി സംഭവിച്ചത് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ പാർട്ടിക്ക് പങ്കില്ല, അതൊരു CPIM പാർട്ടി പദ്ധതിയല്ല എന്ന് സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം എല്ലാവരും വിശദീകരിച്ചതാണ്. പിന്നെ അങ്ങ് ചോദ്യത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാണിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നടത്തി എന്ന് കള്ളം പറയുന്ന തള്ളലുകളുടെ ആളാണെന്നാണ് അങ്ങ് വിശദീകരിച്ചത്. ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ നടപ്പിലാക്കിയ പ്രകടന പത്രിക എല്ലാ വർഷവും ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ത്, ഞങ്ങൾ നടപ്പിലാക്കിയതെന്ത് അച്ചടിച്ച് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ പൗരന്മാരുടെ വീട്ടിൽ പ്രോഗ്രസ് റിപ്പോർട്ടായി എത്തിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർക്കാർ, കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ വിശദീകരിക്കാമോ? വസന്തിന് ഇക്കാര്യത്തിൽ തർക്കമുണ്ടോ? തർക്കമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം CAA-യുമായി ബന്ധപ്പെട്ടാണ്. ഇവര് ഈ കവലപ്രസംഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രകടന പത്രിക അവിടെ നിൽക്കട്ടെ, പാർലമെന്റിൽ കോട്ടയത്തിന്റെ MP CAA-യുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, നിങ്ങളുടെ MP ആരിഫ് പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ CAA എതിർത്തുകൊണ്ട്? പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഉത്തരം. അങ്ങ് പറഞ്ഞു കേരള കോൺഗ്രസിൻ്റെ പഴയ, അതായത് അദ്ദേഹം ഈ ND മുന്നണിയുടെ ഭാഗമല്ലായിരുന്നു, അദ്ദേഹം അവിടെ സ്വതന്ത്രനായ മത്സരിച്ച PC തോമസ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ പാർട്ടി പേര് ജോസഫ് ഗ്രൂപ്പിന് കിട്ടിയെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജനതാദൾ ഇന്നെവിടെയാണ്? കർണാടക അല്ല, ജനതാദൾ എവിടെയാണ്? ജനതാദൾ എവിടെയാണ്? നിങ്ങളുടെ LDF മുന്നണിയുടെ മന്ത്രിയുടെ ഫോട്ടോ വെച്ച് BJP കർണാടകയിൽ വോട്ട് പിടിക്കുന്നു. ഇപ്പോഴും ആ മുന്നണി നിൽക്കാമെങ്കിൽ കേരള കോൺഗ്രസിന്റെ പേര് അതൊരു വ്യാജമായി രൂപപ്പെടുത്തി എടുത്തതായിരുന്നുവെന്നും അത് വാർത്തകളിലൂടെ തന്നെ വന്നിട്ടില്ല. അല്ലല്ല, ഇപ്പോഴും അതേ മുന്നണിയിൽ അവിടെയും ഇവിടെയും കുടുംബിയാണോ? അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അവര് ആ ദേശീയ നേതൃത്വത്തെ വിയോജിച്ച് നിൽക്കുന്നവരാണ്. നമ്മുടെയൊക്കെ മുമ്പിൽ വാർത്തകൾ ഒരു വിയോജനക്കുറിപ്പും മാത്യു ടി തോമസും ഒക്കെ കൂടി വാർത്താ സമ്മേളനം നടത്തി ദേശീയ നേതൃത്വത്തിന്റെ നമ്മുടെയൊക്കെ വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ വാദവും ഖണ്ഡിക്കപ്പെടും. കാര്യം PC തോമസ് ആ മുന്നണി വിട്ട് പൂർണ്ണമായും UDF-ന്റെ ഭാഗമാണ്. തർക്കിച്ചില്ലല്ലോ. അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ ആ രജിസ്ട്രേഷൻ ഉള്ളത്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. PC തോമസിന്റെ കയ്യിൽ കേരള കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷനിലേക്ക് PJ ജോസഫും കൂട്ടരും ചേർന്നതോടുകൂടിയാണ് അവർക്കത് രണ്ട് പാർട്ടികൾ ലയിക്കുന്നു. അങ്ങനെ PJ ജോസഫിന് അതിന്റെ മുമ്പിൽ അങ്ങ് ചേർത്തു. BJP-കാരനായിരുന്നു, ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ്. ഈ ഇദ്ദേഹം ശ്രീ ജയ്ക്ക് വിവേകാനന്ദ സ്വാമികളെ കോട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് തന്നെയാണ് കാര്യം. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഭാരതം. ഇന്നലെയും ഇന്നും നാളെയും ഒരു സംശയമില്ല. കാരണം നാളെ എന്ന് ഞാൻ പറയാൻ കാരണം നരേന്ദ്രമോദിയുടെ സർക്കാർ 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും. പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, 11 വർഷം ഈ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുണ്ട്, ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. ആ ഭരണഘടനാപരമായ ആ അവകാശത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 1952 മുൻപ് ഇവരുടെ പൂർവികർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് ജന്മം കൊണ്ട് തെളിയിക്കണമെന്ന് പറയുന്ന ഒരു ക്ലോസ് ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഏതിനകത്ത്? ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യത്തിൽ വരുന്നുണ്ടോ? അങ്ങനെ ഒരു ക്രൈസിസ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ക്രൈസിസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയല്ല. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടായിക്കോട്ടെ. രാജ്യത്ത് ജനന സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു തുടങ്ങിയത് 60-കൾക്ക് ശേഷമാണ്. എങ്ങനെയാണ് പുറകോട്ട് പോയിട്ട് എത്രയോ തലമുറകൾക്ക് മനുഷ്യർ, ദരിദ്രരായ ഉത്തരേന്ത്യക്കാർ അവരുടെ പൗരത്വം തെളിയിക്കുക? ഞാൻ പറയട്ടെ, ഹിന്ദുക്കളടക്കം അസമിൽ ബുദ്ധിമുട്ടി. അത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, മുസ്ലിങ്ങളെ പെടുത്താത്തതല്ല പ്രശ്നം. അതല്ല പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പൗരത്വ രജിസ്റ്ററുമായി പ്രശ്നങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ബിജു. നമ്മുടെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട ആശങ്കയെ കുറിച്ച് ഇവിടെ മണിപ്പൂർ സൂചിപ്പിച്ചു. മണിപ്പൂർ വന്നിട്ടില്ല. എടുക്കാം, നിങ്ങൾക്ക് അവസരമുണ്ട്. തിരുനക്കരയിലെ ഈ പടക്കളം, ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ പടക്കളം അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നാളെ കാണാം ഇതേ സമയം. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും ഒരേ വള്ളത്തിലാണ്. 28 രൂപ 30 പൈസയാണ് 1 കിലോ നെല്ലിന് കിട്ടുന്നത്. അത് 30 രൂപ ആക്കി തരണമെന്ന് കർഷക സംഘടനകൾ ഇവിടെ
ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പല പ്രാവശ്യം കത്തയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുപടി ഇവിടെ കർഷക സംഘങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ല, അതിലെ കേന്ദ്രത്തിന്റെ ഇപ്പൊ കൊടുക്കുന്ന പൈസക്കുള്ള പൈസ തരുന്നുണ്ടോ കേന്ദ്രം? കൃത്യമായിട്ടും കിട്ടുന്നില്ല. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 32 BJPയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്ന് മുൻ കേന്ദ്രമന്ത്രി അടക്കം കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ കാണാത്തത് കണ്ണടച്ചു വെച്ചിട്ടാണ്. എനിക്ക് അങ്ങയുടെ കണ്ണ് തുറന്നു വെക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മിനിമം പ്രവർത്തനം വഴി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു CPM നേതാവ് BJPയിലേക്ക് നേരിട്ട് പോയതായി ഏതോ ഒരു വിശ്വേശ്വരൻ പിള്ള എന്നൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്. നിങ്ങൾ അങ്ങോട്ട് രാഹുൽ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഗാന്ധി സംസാരിച്ച് ഉത്തരം കാണിച്ചു പറയാം. കേട്ടോ. പക്ഷേ ഒരു ഒറ്റ പേര് കാണിച്ചു, വന്നു, കാണിച്ചു. വിശ്വേശ്വരൻ പിള്ള. കാണിച്ചു. എല്ലാരും ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. വിശ്വേശ്വരൻ പിള്ള കാണിച്ചു. കിട്ടിയോ ആർക്കെങ്കിലും? അങ്ങേക്ക് അന്തസ്സ് ആ ഉണ്ടെങ്കിൽ വെല്ലുവിളി എടുക്ക്. പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച്, ആ മാധ്യമ വാർത്തയെ സംബന്ധിച്ച് ഒരു കട്ടിങ് കാണിക്കുക. വിശദീകരിക്കൂ. അങ്ങേക്ക് അന്തസ്സുണ്ടെങ്കിൽ വിശദീകരിക്കൂ. നാക്കിനൊരു പിഴ വന്നത് അങ്ങ് ക്ഷമിക്കുക. അത് ഇങ്ങനത്തെ പിഴ വരാൻ പാടില്ല.